നമസ്കാരം. ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ബജിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. മുമ്പ് ഞാൻ മുളക് കൊണ്ടുള്ള ഒരു ബജി കാണിച്ചിട്ടുണ്ട്. ഇന്ന് വാഴയ്ക്ക കൊണ്ടുള്ള ഒരു ബജിയാണ് ഞാൻ കാണിക്കുന്നത്. അതിലേക്ക് ഞാൻ വാഴയ്ക്ക നല്ലവണ്ണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്, 2 വാഴയ്ക്ക. ഇനി നമുക്ക് അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ല വീതിയുള്ള വശം നോക്കി തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. ഒരു വശം മാത്രം തൊലി കളഞ്ഞാൽ മതിയാവും. ഞാനിതൊന്ന് ഉരച്ചാണ് എടുക്കുന്നത്. നമ്മൾ ചിപ്സിനൊക്കെ ഉരച്ചെടുക്കത്തില്ലേ, അതുപോലെ അതിലാണ് ഉരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല കനം കുറച്ച് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നൈസായിട്ട് അരിഞ്ഞെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിതിൽ നിന്ന് അങ്ങനെ ഉരച്ചെടുത്തതിൻ്റെ നല്ല കഷ്ണങ്ങൾ നോക്കി മാറ്റിയെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് നല്ല നൈസായിട്ട് തന്നെ കിട്ടും. കുറച്ചൊന്ന് പ്രാക്ടീസ് വേണമെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഈ വാഴയ്ക്ക കഷ്ണങ്ങളിലേക്ക് ഒരല്പം ഉപ്പ് നീര് തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വാഴയ്ക്ക കഷ്ണങ്ങളിലും ആ ഉപ്പ് ഒന്ന് പുരട്ടി ഒന്ന് വെക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ബജി ഉണ്ടാക്കുമ്പോഴേ ആ വാഴയ്ക്കയിലൊരു ഉപ്പിൻ്റെ രസം ഉണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും വാഴയ്ക്ക ബജി കഴിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഈ കഷ്ണങ്ങളെല്ലാം ഉപ്പ് പുരട്ടി ഒന്ന് നിരത്തി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ള ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി. അത് കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർന്നതാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല വാഴയ്ക്ക ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കിയെടുക്കാം. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഒന്ന് ആദ്യം കലക്കിയെടുത്തതിന് ശേഷം പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒരു അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് ഞാൻ ഈ ഒരു പരുവത്തിൽ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്പൂൺ കൊണ്ടിങ്ങനെ കോരി നോക്കുമ്പോൾ നമുക്ക് അതിലെ മാവ് നല്ലവണ്ണം പൊതിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ചിട്ടാണ് ബജി തയ്യാറാക്കുന്നത്. ഞാനിവിടെ അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ ബജി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാഴയ്ക്ക കഷ്ണം ആ മാവിൽ മുക്കുന്നൊന്ന് കാണിക്കാൻ വിട്ടുപോയി, സോറി. നമുക്ക് ആ മാവിലൊന്ന് മുക്കിയിട്ടെടുക്കുമ്പോഴേ തന്നെ നല്ല പൊതിഞ്ഞ് വരും ആ മാവ്. പിന്നെ അത് ഇട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് നല്ലവണ്ണം പൊങ്ങി വരുന്നുണ്ട്. മാവ് നല്ലവണ്ണം പൊങ്ങി വരുന്നുണ്ട്. അകത്ത് നല്ലപോലെ വേവണം. അതുകൊണ്ട് ഒത്തിരി കൂട്ടി വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചോളൂ. നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും, വളരെ നല്ല ഒരു വാഴയ്ക്ക ബജിയാണിത്. സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ബജി മുഴുവൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. വീണ്ടും ബാക്കിയുള്ള വാഴയ്ക്ക കഷ്ണങ്ങൾ കൂടെ നമുക്ക് ബജി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. ഇത് ഒരു വാഴയ്ക്ക ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 ബജി വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ 10 എണ്ണം വരെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ആ ബജിയുടെ ആ ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അത് വളരെ നല്ലൊരു ബജിയാണെന്നുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്. ഞാൻ ആ ബജി മുഴുവനും വാഴയ്ക്ക മുഴുവനും ഞാൻ ബജിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൊട്ട് കൂട്ടാനായിട്ട് ഞാനൊരു ചമ്മന്തി കൂടെ അരയ്ക്കുന്നുണ്ട്. തേങ്ങ, 2 അല്ലി ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റിയായ നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബജിയോടൊപ്പം കഴിക്കാനായി ഞാൻ ആ തേങ്ങാ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തി നമുക്ക് കടുക് വറുത്തൊന്നും എടുക്കണ്ട, പച്ചയ്ക്ക് തന്നെ കൂട്ടാനുള്ളതാണ്. ഏത് ബജിക്ക് വേണമെങ്കിലും ഈ ഒരു ചമ്മന്തി നമുക്ക് എടുക്കാവുന്നതാണ്. മുളക് ബജിയോ വാഴയ്ക്ക ബജിയോ ഏത് ബജിയോടൊപ്പം വളരെ നല്ലതാണിത്. ഒന്ന് വൈകിട്ടത്തെ ചായയോടൊപ്പം രുചികരമായ നമ്മുടെ ഈ വാഴയ്ക്ക ബജി ഇത് നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, വളരെ നല്ലൊരു ബജിയാണ്. നല്ല പാകത്തിന് നല്ല ക്രിസ്പി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.